ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കണം. മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര മടിയുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ അങ്ങനെ എടുത്തു തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ അകം അടിച്ചു വാരലും രാവിലത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ ശേഷം ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മക്കൾക്ക് വീതിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് തിന്ന്. പിന്നെ നമ്മൾ തലേന്ന് നമ്മൾ വെളിച്ചെണ്ണട്ടീൻ്റെ കഴുകി വെച്ച് കണ്ട് അകത്തന്നെ അല്ലേ ഉണക്കാട്ടിയത്, അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ സംഭവം. അപ്പോൾ ഞാനിത് നല്ല വെയിലത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. വെയിൽ തട്ടിയാൽ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം ഉണങ്ങി കിട്ടുള്ളൂ. നമുക്കൊന്നും പിന്നെ തുണി ഒന്നും ഇതാക്കാൻ വയ്യല്ല. അപ്പോൾ വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാനിതാ വെയിലത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മൾ അകം അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ് ഒക്കെ. അപ്പം ഇന്ന് പിന്നെ ഞാൻ ചോറ് വെക്കാൻ നിന്നതിലാണ് കാക്ക പറഞ്ഞത്. ഏതായാലും ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം എന്നോട് പറഞ്ഞു മന്തി വെച്ചാലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മന്തി വെക്കാം, നിങ്ങൾക്കിപ്പോൾ എളുപ്പപ്പണിയല്ലേ, നമുക്ക് മറ്റേത് കറി കൂട്ടാൻ പിന്നെ അധികം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് എടുത്തിട്ട് വേണ്ട. അപ്പം അതിനെക്കാട്ടല്ലേ മന്തിയാകുമ്പോൾ നമുക്ക് പെട്ടെന്നാണ് പരിപാടി കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ മോനെ കൊണ്ട് അപ്പൊക്ക് മദ്രസ ഇട്ട് വന്നതിൻ്റെ ശേഷം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് നേരം 1 മണിക്കൂർ വെള്ളത്തിലൊക്കെ ഇടണമല്ലോ അരി. അങ്ങനെ അരി വെള്ളത്തിലിട്ട് അതിക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ച് ഇതിൻ്റെ ശേഷം ഞാൻ പിന്നെ അകമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ സമയം ഏകദേശം ഒരു 11 മണി 12 മണി ആയിക്കണം കേട്ടോ. ആ ഒരു നേരത്താണ് ഇതാ നമ്മൾ മന്തി വെച്ചിട്ടുള്ളത്, റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം ഞാനിതാ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരി വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് പാകാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. നിങ്ങൾ ലൈക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരിലേക്കൊന്ന് യൂട്യൂബ് റെക്കമെൻഡായിട്ട് വീടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് എന്തായാലും ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ടാക്കിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ആക്കിയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ടാക്കിയിട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അരിയൊക്കെ ഇതാ കഴുകി പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ടിട്ടോ. നമുക്ക് മന്തി ആകുമ്പോൾ ഏറ്റവും നല്ലത് ആ ഒരു ചൂടോട് കൂടി പിന്നെ കഴിക്കണതാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ മാങ്ങ കട്ട് ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പിട്ട് കാണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ ഇത് റെഡിയാക്കി 1 മണിക്കൂർ ഇപ്പം ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചു. ഒരു പിന്നെ 3/4 മണിക്കൂറിൻ്റെ അടുത്ത് മസാലയും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12 മണി ആയപ്പോഴാണ് കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ മന്തി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടൂല, ഒക്കെ ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ ഒരു രസം കിട്ടൂല. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കണമെന്ന് അധികം നേരെ വൈകിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കൽ. അപ്പോൾ ഏതായാലും ചോറ് അവിടെ പിന്നെ വെന്ത് വരട്ടെ, അതുപോലെ മസാലയൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഭയങ്കര അത്ര ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണതുണ്ടല്ലോ, കുക്കിംഗ് ആവോളം ഇങ്ങനെ വെറുതെ ഇരിക്കണത് ഭയങ്കര ചോറുള്ള പരിപാടിയുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിത് പണിയത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ മുറ്റം മോള് അടിച്ചു വാരി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ബാക്ക് ഭാഗം ഞാനിതാ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മോപ്പ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞത് അവിടെ കാക്കണ്ടായിരുന്നു കേട്ടോ. കാക്ക എന്താ സീരിയസ് കാര്യത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കല്ലേ, ആ മന്തി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യും, തിളക്കണ്ട പിന്നെ അരി കൈകിട്ട് തിളക്കണ്ടാന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവരെ സമാധാനത്തോടു കൂടി ആ ഒരു പണിക്കൊക്കെ നിന്നത് കേട്ടോ. ഇളക്കി കൊടുക്കാനും കാക്കാനോട് ഇങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇതാ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സത്യം പറയുകയാണെങ്കിൽ മന്തിൻ്റെ കിറ്റല്ല കേട്ടോ, കപ്സ കിറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മന്തിക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ പേപ്പറിൽ ശ്രദ്ധിച്ചത്. ആ 1 കിലോൻ്റെ ഒരു കിറ്റ് ഉണ്ടല്ലോ, അതാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കപ്സ കിറ്റ് എന്നാണ് കാണുന്നത്. അങ്ങനെ കപ്സിൻ്റെ മസാലയും മന്തിൻ്റെ മസാലയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതാ പിന്നെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ചോറും നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കെപ്പോഴും ഇതിൻ്റെ ഒരു വേവ് ഭയങ്കര കൺഫ്യൂഷൻ, കാരണം ഈ ഒരു മന്തി
ബസ്മതി റൈസ് പറഞ്ഞാൽ നമ്മൾ പാകത്തെ വേവിന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ കഴിക്കുന്ന നേരം ചൂടാറി കഴിയുമ്പോൾ കാണാൻ പിന്നെ വേവാത്ത പോലെ തോന്നണം. അപ്പോൾ ഞാൻ നല്ലോണം വേവിക്കൂട്ടാ, എന്നാലാണ് ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇതാ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്, ഏറിയിട്ടില്ല കുറവില്ലാത്തുള്ള ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം നോക്കും, എനിക്കൊരു ഇതാണ് സംശയമാണ് ഈ ഒരു അരിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മളെ പരിപാടി കണ്ടില്ലേ, ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടി ആരെങ്കിലും ചെയ്യണവരുണ്ടോ? നമ്മൾ ഷോള് വെച്ചിട്ട് പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത് ചൂടോട് കൂടി അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഷോള് വെച്ചിട്ട് ചെയ്യും കേട്ടോ. വേഗം വേഗം ഗ്യാസുമെന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, പിന്നെ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഞാൻ ചെയ്യുന്ന പണി കണ്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ടാ, എളുപ്പപ്പണിക്ക് ചെയ്യണതാണ്. അപ്പോൾ ഏതായാലും അത് കുടുക്കൽ അടിയിലുണ്ടാവില്ല, ലേശം വറ്റുണ്ടാവില്ല എന്തായാലും നമ്മൾ ഊറ്റി വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയതാ ദമ്മ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം പുകയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പക്ഷെ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മന്തി ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ചോറ്, നല്ല ഉപ്പും മുളകൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ധൃതിയിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ നല്ലോണം നന്നായി കിട്ടും. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പം നല്ലോണം ഒന്ന് മെനക്കിട്ട് തുടച്ചെടുക്കാൻ പറ്റണില്ല, നല്ല ചൂടുണ്ട് കേട്ടോ അടുപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കൈയൊക്കെ പൊള്ളിക്കാത്ത വിധത്തിൽ തട്ടാത്ത വിധത്തിൽ അങ്ങനെയാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അച്ചാർ റെഡിയാക്കി എടുക്കുക. ഈ ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടാണ് പിന്നെ ചെനച്ചിക്കണ് മാങ്ങ. പിന്നെ ഞാൻ ഇത് ഇടാതെ നിന്നത് എന്നും കടയ്ക്ക് സാധനത്തിന് പറഞ്ഞേക്കുമ്പോൾ പിന്നെ വിനാഗിരി വാങ്ങിക്കാനും വേണ്ടി മറക്കും കേട്ടോ, പറയാനും വേണ്ടി മറക്കും. അങ്ങനെ ആയിക്കാണ്ടാണ് ഇത് നീണ്ടു പോയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഏതായാലും അച്ചാറൊന്ന് റെഡിയാക്കി എടുക്കുക. കുറച്ച് മാങ്ങ ഉള്ളൂ കേട്ടോ, ഒരു കുറച്ച് മാങ്ങ ആയാലും അതാണ് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം ഈ ഒരു രീതിയിലാണ് കേട്ടോ മാങ്ങ അച്ചാർ ഉണ്ടാക്കൽ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറൊരു മോഡൽ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എനിക്കിഷ്ടം ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മോഡലാണ്, ഇതാണ് എനിക്കിഷ്ടം. കടുകും പൊട്ടിച്ചിട്ട് ഇത് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് മുളകും മഞ്ഞളും പിന്നെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ തീ ഓഫാക്കിയതിൻ്റെ ശേഷം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാഞ്ഞാൽ അത് കരിഞ്ഞു പോയാലോ വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉപ്പ് വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ മാങ്ങ ഞാനിതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്നിങ്ങോട്ട് പിന്നെ ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വിനാഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പ് ഏറിയെന്നൊരു സംശയം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടി വിനാഗറൊക്കെ ഒഴിച്ചിട്ട് പാകാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇടും കേട്ടോ. എനിക്കങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുള്ള മധുരമുള്ള അങ്ങനത്തെ മാങ്ങ അച്ചാറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിയാക്കിയാൽ പിന്നെ മോനക്ക് വലിയ ഇഷ്ടമില്ല അങ്ങനെ മധുരമുള്ള മാങ്ങാച്ചാർ, പക്ഷേ എനിക്കും മോക്കും ഇവിടെ അമ്മക്കൊക്കെ ഇഷ്ടമുണ്ട് അങ്ങനെ അച്ചാർ റെഡിയാക്കി എടുത്താൽ. അങ്ങനെ പിന്നെ അച്ചാറൊക്കെ റെഡിയാക്കി പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചോറ് കഴിക്കാനും വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ ചോറൊക്കെ വിളമ്പണ പരിപാടിയിലാണ്. അപ്പം ഇതാ റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കി നോക്കുകയാണ് കേട്ടോ, ഉപ്പും പുളിയൊക്കെ ഉണ്ടാകും. കാരണം ഞാൻ പുകച്ചിട്ടൊന്നുമില്ല, അപ്പം ഇനി അതിൻ്റെ ഒരു പിന്നെ കുറവുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്താ പുകയ്ക്കാത്ത കാരണം സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണമല്ലോ ഒന്ന് പുകഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് പുകയ്ക്കാതിരുന്നത്. അപ്പോൾ ഇതാ മിക്സാക്കി നോക്കുമ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഞാൻ ആ കളറ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, റെഡ് കളറ്. അപ്പോൾ ഏതായാലും ഇതാ മക്കൾ രണ്ടാളും പ്ലേറ്റ് ഇതൊക്കെ കഴുകി എന്താ ടേബിൾ മേലേക്ക് കൊടുന്ന് വെക്കണുണ്ട്. അപ്പം ഇന്ന് മന്തിക്ക് എല്ലാവരും മയോണൈസ് മറ്റേ ടൊമാറ്റോ കെച്ചപ്പ് അതൊക്കെയാണല്ലേ കൂട്ടൽ. നമ്മൾ തല കുത്തനെ ഉണ്ടാ മന്തിക്ക് ഇതൊക്കെ കാക്ക പറഞ്ഞ് പപ്പടം പൊരിക്കണം എന്നും പറഞ്ഞപ്പോൾ ഞാനിത് അപ്പക്ക് പപ്പടം പൊരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തിക്കുള്ളത് പപ്പടും മോരും പിന്നെന്താണ് നമ്മുടെ അച്ചാറും. നമ്മൾ ബിരിയാണിക്ക് കൂട്ടാണ് കേട്ടോ നമ്മൾ മന്തിക്ക് കൂട്ടുന്നത്, കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കൂട്ടിങ്ങനെ വെച്ചിട്ട്. നമ്മൾ മയോണൈസ് പിന്നെന്താ ടൊമാറ്റോ കെച്ചപ്പ് ഇതല്ല കൂട്ടൽ, ഒന്ന് മാറ്റി പിടിച്ചല്ലേ.
എന്നിപ്പോൾ ഒരേപോലെ തിന്നണമെന്നില്ലല്ലോ, നമുക്കല്ലേ വേറെ ആർക്കുമല്ലല്ലോ. അപ്പോൾ ഏതായാലും മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. പിന്നെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുള്ളത് ഇതാ ഈവനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെച്ചതായിരുന്നല്ല ആ ഒരു ചെടി, അതിൻ്റെ പേര് എന്താ അറിയില്ല, അഗ്ലോണിമെൻ്റെ ഒരു വെറൈറ്റിയാണ് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇൻഡോറിൽ വെച്ചപ്പോൾ ആകെ യെല്ലോ കളർ വന്നിക്കണം. ആകെ ഒരാഴ്ച നിന്നിട്ടില്ല, വെച്ചിട്ടില്ല ഞാൻ ആ ഒരു ചെടി. പക്ഷെ അതിന് മുന്നേ തന്നെ യെല്ലോ കളർ വന്നപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അകത്ത് വെക്കണത് ആ ചെടിക്ക് നല്ലതല്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് തന്നെ എടുത്ത് വെച്ച്. പിന്നെ നിൽക്കുന്നത് നമ്മളെ ചീര നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നല്ല, അതൊക്കെ നല്ല തിക്കായിട്ട് ഉഷാറായിട്ട് വന്നിക്കണം. ആരും ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ചീര പാകിയിട്ടുണ്ടാവില്ലല്ലേ. നിലത്താണ് നമ്മൾ ചീര പാകൽ, തടക കെട്ടിയിട്ട്. ഞാനിവിടെ നിലത്ത് അതിന് പറ്റിയൊരു സൗകര്യം ഇല്ലാതായപ്പോൾ ഞാനിതൊക്കെ അതിലാണ് പാകിയതാണ്. ഇനിയിപ്പോൾ എന്താ കാട്ടുന്നൊരു പിടുത്തമില്ല, എവിടെയെങ്കിലൊക്കെ ആയിട്ട് നടണമല്ല, അല്ലാതെ എന്താ കാട്ടുക, ചട്ടിയിലെല്ലാം കൂടി വളരൂലല്ലോ. പിന്നെ അതൊക്കെ നമ്മൾ പിന്നെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെടികളൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ ചെടികളൊക്കെ നമ്മൾ കമ്പ് വെച്ച് തരുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ചട്ടിയിൽ തന്നെ കമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഒക്കെ നല്ല ഉഷാറായിട്ട് ഇതാ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതൊക്കെ തൂമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഈ ഒരു ചെടി പോയോ എന്നൊരു സംശയം കേട്ടോ, ഓർക്കിഡിൻ്റെ ആ ഒരു ചെടി, അതിനെന്തോ വെള്ളം ഏറിയിട്ട് എന്താണെന്നറിയില്ല, അതിൻ്റെ കിഴങ്ങ് ചീഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ മണി പ്ലാന്റൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോർഡർ ഗ്രാസ്, ഈ ഒരു ചട്ടിയിലെ ചെടിക്ക് എന്താണെന്നാവും അതിലിങ്ങോട്ട് പിടിച്ച് കിട്ടണേ. ഇവനെ 2ാം പ്രാവശ്യം കുത്തിയിട്ടതാണ് കേട്ടോ അത്. ബാക്കിയൊക്കെ പിന്നെ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ല. ഇതിപ്പോൾ ഒരു തൈ ഉണ്ടായാൽ മതി ആ ഒരു ചട്ടിയിൽ. ഞാൻ പിന്നെ ഉണ്ടായപ്പോൾ എല്ലാത്തിലും കൂടി തോന്നിച്ചാണ്ട് വെച്ചതാണ്. ആ ഒരു തൈ ഉണ്ടായാൽ തന്നെ ആ ചട്ടി 1 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് വരും കേട്ടോ, കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച്. പിന്നെ ഇതൊക്കെ ഇപ്പം നമ്മൾ അടുത്ത് നട്ടിട്ടുള്ളതാണ്, മണി പ്ലാന്റ് അതൊക്കെ. അപ്പോൾ റോസുമ്മലൊന്നും പിടിച്ചിട്ട് കാണണില്ല, ബാക്കിയൊക്കെ പിടിച്ചതായിട്ട് തോന്നിയിരിക്കണം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് ഇതൊക്കെ കുഞ്ഞ് ഇലയും കാര്യങ്ങളും ഒക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ വാട്ട് ഇതൊക്കെ കണ്ടപ്പോൾ പിടിച്ചില്ല വിചാരിച്ചിരുന്നു. പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൻ്റെ വിത്ത് എങ്ങനെയോ ഈ ഒരു ചട്ടിയിൽ പെട്ടതാ തോന്നിട്ടാ. ഈ ഒരു ചെടിയാണ് അതിൽ കണ്ട ആ കുഞ്ഞ് ചെടി. അപ്പോൾ അതിൻ്റെ വിത്ത് എങ്ങനെയെങ്കിലും കിഴങ്ങ് എങ്ങനെയെങ്കിലും ആ ഒരു മണ്ണിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നനവും കാര്യമൊക്കെ ആയപ്പോൾ അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. ഏതായാലും മുളച്ച് വരട്ടെ, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണല്ലോ. അതിൻ്റെ പേരൊന്നും ഒക്കെ അറിയില്ല കേട്ടോ, പേരറിഞ്ഞവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ആക്കി. ഈ ഒരു ചെടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, കുഞ്ഞ് ഇലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ചെമ്പരത്തി പിടിച്ചിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാ ചെമ്പരത്തിയും പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ചെടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇത് പിടിക്കൂലായിരിക്കുന്നു, കാരണം ഒന്നാകെ ഉണങ്ങി നിൽക്കണുണ്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഉണങ്ങിയിട്ട് അതിൻ്റെ തലഭാഗം തൂമ്പുണ്ടല്ലോ, അവിടെ ഇങ്ങനെ പിന്നെ ചെറിയ കുഞ്ഞു തൂമ്പൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ചെടികളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി ഞാൻ ഇൻഡോറിൽ വെക്കാൻ വേണ്ടി സെറ്റാക്കിയതാണ്, സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ സ്നേക്ക് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അത് കുട്ടികൾ അങ്ങോട്ടും, ഇത് വലിയ ചട്ടിയിൽ ഒന്നാകട്ട് പടർന്ന് നിൽക്കുകയാണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ കൈമ പിടിച്ച് ഇതാക്കിയിട്ട് അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ ഇലയും കാര്യങ്ങളൊക്കെ ആകെ ഉണങ്ങിപ്പോയി കണ്ടില്ല, വൃത്തികേടായിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഭയങ്കര വലിപ്പം കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുക, എനിക്ക് അപ്പോഴത്തെ ആ ഒരു പൂതിക്കും വേണ്ടി ഈ ഒരു ചെടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ആ ഒരു പൂതിക്ക് വേണ്ടി ഞാൻ ഇൻഡോറിൽ കുറച്ചാണ്ട് ഒരു മാസത്തോളം വെച്ചിട്ട്, അപ്പോൾ അത് ഞാൻ ഇൻഡോറിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് വലിപ്പം കൂടുതലായിട്ട് തോന്നുക ഈ ഒരു ചെടി. പിന്നെ ചട്ടി ഇതും കൂടിയൊക്കെ വലിപ്പം കൂടുതലായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലൊരു സൈഡിലായിട്ട് വെച്ചിട്ട്, അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് അവിടേക്ക് നല്ല മട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ വെച്ചിട്ട് അകത്തേക്ക് അത് വലിപ്പം കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെച്ച ചെടീൻ്റെ അവസ്ഥ കണ്ടില്ല, നല്ല മഞ്ഞ കളറിലെ ഇലയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു വെയിൽ തട്ടുന്ന ഒരു ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു പീസ് ലില്ലി ഉണ്ടല്ലോ, പീസ് ലില്ലിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കുന്നതാണ് കേട്ടോ. കുറേ ഇൻഡോറിൽ വെക്കും, പിന്നെ ഞാൻ മാറ്റി മറിച്ചും അങ്ങനെ ഉണ്ട് ചെടികൾ വെക്കുന്ന. പിന്നെ ചെടികൾക്ക് കേട് വരില്ല. ഇതിപ്പോൾ കുറേ ആയിട്ട് പുറത്ത് തന്നെ ഉണ്ട് കിടന്ന്. ഇപ്പോൾ ഒന്ന് ഉഷാറായപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ച്, ഇപ്പോൾ അകത്ത് വെച്ചത് പുറത്തേക്ക് എടുത്ത് വെച്ച്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യലാണ് കേട്ടോ ഞാൻ. അപ്പം ഞാനിപ്പോൾ കൊടുന്ന സിങ്കോണിയത്തിൻ്റെ ചെടി ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ വെക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിന്നെ ചട്ടിൻ്റെ അടിയിൽ ഒരു ട്രേ മോഡലുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ചട്ടിയൊന്നുമില്ല കേട്ടോ, കറുപ്പ് ചട്ടി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതല്ല. ഇത് ആ ഒരു വൈറ്റ് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ട്രേ ആണ് ഈ അടിയിലുള്ള ആ ഒരു
പിടുത്തം കണ്ടില്ല, അങ്ങനെയാണ് വെക്കാനുള്ളത്. ഡയറക്റ്റ് മണ്ണ് നിറച്ചുകൊണ്ട് നടണ്ട് ചെയ്യുക. അപ്പം ഞാനെനിക്ക് അധികം വെള്ളം അധികം മണ്ണ് നിറച്ചാലൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു 10 റുപ്യേൻ്റെ ചട്ടി ചോദിച്ച് ഇങ്ങനെ പാകാക്കി നോക്കി വാങ്ങിച്ചതാണ്. അപ്പം അതിന് നല്ല കറക്റ്റാണ്. കുറച്ചും കൂടി അടിക്കുള്ള ചട്ടി ഇട്ടാൽ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ. കുറേ മണ്ണ് കൊള്ളും ഈ ഒരു ചട്ടിയിൽ. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കിയിട്ടാ. എനിക്ക് തോന്നുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇതാണ് വലുപ്പം പാകം ഒതുങ്ങി നിൽക്കുന്നതാണ്. മറ്റേത് ഇങ്ങോട്ട് പടർന്ന് പന്തലിച്ച് നിന്നിട്ടേ മക്കൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ നേരത്ത് തട്ടുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇതാണ് കേട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. പിന്നെ നിൽക്കണം നമ്മൾ വെളിച്ചെണ്ണ ടീനൊക്കെ നല്ലോണം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നിറച്ച് വെക്കണം, അല്ലാതെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന് മണ്ടിപ്പായാൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇതാ അതിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുകയാണ്. മറ്റേ കുപ്പിയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആക്കാനും വേണ്ടിയുള്ളതാണ് കേട്ടത്. അതിലിപ്പോൾ ഓയിലൊന്നും കൊടുന്നതില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി കൊണ്ടുവരുമ്പോൾ അധികം നമ്മളങ്ങനെ ഓയിൽ ഉപയോഗിക്കലില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ആട്ടി റെഡിയാക്കി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കൽ. വെളിച്ചെണ്ണ ആട്ടി നമ്മൾ പിന്നെ ഓയിലിൻ്റെ ഒരു പരിപാടി ഇല്ല കേട്ടോ. പൊരിക്കാനാണെങ്കിൽ എന്തിനാണ് നമ്മൾ വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ ആകെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയല്ലേ അല്ലേ ആട്ടിക്കണത്. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് കൊടുന്നുകാണ്ട് ഓയിലും പിന്നെ ഇതൊന്നും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇപ്പം മന്തി കുതികൊക്കെ എന്തായാലും വേണ്ടി വരും. അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ച് വെക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം അത്യാവശ്യം കാര്യമൊന്നുമില്ല. ഇപ്പോൾ മന്തി വെച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കണം അന്നേ സൺഫ്ലവർ ഓയിൽ കൊണ്ടുവരുള്ളൂ, അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് റെഡിയാക്കാൻ അതിച്ചിട്ട് ഞാൻ പറ്റിയിൽ അതവിടെ സൺഫ്ലവർ ഓയിലിനായിട്ട് മാറ്റി വെച്ചതാണ് ആ ഒരു കുപ്പി. പിന്നെ ഇതാ ഇതിലേക്കുള്ള സാധനങ്ങളൊന്നും ഫില്ലാക്കിയിട്ടില്ല, ഒക്കെ അതാ ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. അതൊക്കെ കഴുകി ഉണക്കി എടുത്തതാണ് കേട്ടത്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടകവും കാര്യമൊക്കെ കത്തി ഇതൊക്കെ ആകെ പിടുത്തതൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ വൃത്തികേട് വീഡിയോക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ രസമുള്ള വാങ്ങിക്കാൻ നിന്നപ്പോൾ അതിന് ഒക്കൂലല്ലോ. നമ്മളെ അടുത്തുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഇതാ അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാനിനി ഡെയിലി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഡെയിലി വ്ളോഗ് ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനൊന്ന് നന്നാവാൻ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടാനായിരിയാണ് വീഡിയോസ് വരണുള്ളൂ അല്ലേ. ഇനി ഒന്ന് ഡെയിലി ഒന്ന് വീഡിയോ ഇട്ടോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ മെയ് 1-ാം തീയതി അല്ലേ, മെയ് 1-ാം തീയതി ഇപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മെയ് 1-ാം തീയതി എടുത്ത വീഡിയോ മെയ് 2-ാം തീയതി ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.